And one can interpret it. ജന്മം നൽകിയവരുടെ ജീവനെടുക്കുന്ന ഒരു തലതെറിച്ച തലമുറ. പണത്തിൻ്റെയും സ്വത്തിൻ്റെയും പേരിലും കുടുംബ വഴക്കിനെ തുടർന്നും മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന ഒരു കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അമ്മയെ പച്ചയ്ക്ക് ചുട്ടുകൊന്ന മകൻ്റെ ക്രൂരതയാണ് കണ്ടതെങ്കിൽ മലപ്പുറത്ത് അച്ഛനെ കാറെടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവ്, അതിനിടയിൽ അങ്കമാലിയിൽ ഭാര്യയെ കഴുത്തുമുറുക്കി കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവിനെ പോലീസ് പിടികൂടിയെന്ന വാർത്തയുമുണ്ട്. ആ കേസുകൾ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മലപ്പുറം വണ്ടൂരിലെ വാസുദേവൻ സാധാരണ ഏതൊരച്ഛനെയും പോലെയും മക്കളെ ശിക്ഷിച്ചാണ് വളർത്തിയത്. ചെറിയ കുസൃതി കാട്ടിയാലും മകന് നല്ല രീതിയിൽ ശകാരിച്ചിട്ടുമുണ്ട്. വളർന്നു വലുതായിട്ടും മകൻ സുദേവിൻ്റെ മനസ്സിൽ അച്ഛൻ്റെ കുട്ടിക്കാലത്തെ ശിക്ഷണം ഒരു പകയായി മാറി. പിന്നീട് അച്ഛനെ കൊലപ്പെടുത്താനുള്ള നീക്കമായിരുന്നു ആ യുവാവിൻ്റെ മനസ്സിൽ. അങ്ങനെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുപോലെ കാറുമായി പോയ സുദേവ് രാവിലെ വീട്ടിൽ നിന്നുമിറങ്ങി അച്ഛനെ ഇടിച്ചിട്ടു. അപകടമുണ്ടാക്കിയ ശേഷം കടന്നു കളഞ്ഞ പ്രതിയെ നാട്ടുകാരാണ് പിടികൂടി പോലീസിലേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ വാസുദേവൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നടുവത്ത് പൊട്ടിപ്പാറയിൽ താമസിക്കുന്ന നല്ലേങ്ങര വാസുദേവനെയാണ് മകൻ സുദേവ് കാറിലെത്തി ഇടിച്ചത്. തുടർന്ന് നാട്ടുകാർ കാർ പിടികൂടുകയായിരുന്നു. ഇതിനിടയിൽ സുദേവ് റോഡരികിൽ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. 34-കാരനായ സുദേവിനെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. അച്ഛന്റെ സ്വഭാവത്തോടും പെരുമാറ്റത്തോടും പ്രവൃത്തിയോടുമുള്ള എതിർപ്പാണ് കൃത്യത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. സുദേവിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് 65-കാരനായ വാസുദേവൻ. ഇയാൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ഭാര്യയോടുള്ള പക വീട്ടാൻ കഴുത്തിൽ പ്ലാസ്റ്റിക് കയർ മുറുക്കി കൊലപ്പെടുത്തിയ ഭർത്താവ്. അങ്കമാലിയിലെ പാറക്കടവെന്ന ഗ്രാമം ഇപ്പോഴും ആ വാർത്തയുടെ ഞെട്ടലിൽ നിന്നും മുക്തരായിട്ടില്ല. ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവ് ഒടുവിൽ പോലീസിന്റെ പിടിയിലായി. സംഭവം നടന്ന് 7 ദിവസത്തിന് ശേഷമാണ് പാറക്കടവ് സ്വദേശി ബാലനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധയിടങ്ങളിലായി ഒളിവിൽ കഴിയായിരുന്ന പ്രതിയെ ചേർത്തല ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബാലൻ ഭാര്യ ലളിതയെ പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് പാറക്കടവ് സ്വദേശി ബാലൻ വീട്ടിൽ വെച്ച് ഭാര്യ ലളിതയെ കൊലപ്പെടുത്തിയത്. മകൾ ശുചിമുറിയിൽ പോയ സമയത്ത് പുറത്തുനിന്ന് പൂട്ടിയിട്ട ശേഷമായിരുന്നു കൊലപാതകം. മകൾ ശുചിമുറിയിൽ കുടുങ്ങിയതിനാൽ വൈകുന്നേരം മകൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഈ സമയമായപ്പോഴേക്കും ബാലൻ സൈക്കിളും എടുത്ത് വീട്ടിൽ നിന്നും പോയിരുന്നു. തുടർന്ന് മകൻ പോലീസിൽ വിവരം അറിയിച്ചു. വീടിനുള്ളിലെ സെറ്റിയിലാണ് ലളിതയുടെ മൃതദേഹം കണ്ടത്. ഭർത്താവ് ബാലൻ ലളിതയുടെ കഴുത്തിൽ പ്ലാസ്റ്റിക് കയർ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനു പിന്നാലെ കടന്നുകളഞ്ഞ പ്രതി വിവിധയിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. പിന്നീട് ചേർത്തല ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. ബാലന്റെ ഫോട്ടോ പുറത്തുവിട്ട പോലീസ് പ്രതിയെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായം തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇരുവരും തമ്മിൽ വീട്ടിൽ വഴക്ക് പതിവായിരുന്നുവെന്ന് മക്കൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
ഡിവൈഎസ്പി എ പ്രസാദ്, ഇൻസ്പെക്ടർമാരായ പി ലാൽകുമാർ, SI മാർട്ടിൻ ജോൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് 18 കൊച്ചി. അമിത മദ്യപാനം എത്ര യുവാക്കളുടെ ജീവിതമാണ് തകർത്തിട്ടുള്ളത്. എത്രയോ കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തുന്നത്. ഇടുക്കി നെടുങ്കണ്ടത്തെ പ്രവീൺ എന്ന യുവാവ് മദ്യപിച്ചെത്തി വീട്ടിൽ ബഹളമുണ്ടാക്കുന്നത് പതിവായിരുന്നു. ഇയാളെ കൊണ്ട് പൊറുതിമുട്ടിയ പിതാവ് ഔസേപ്പച്ചൻ ബന്ധുവീട്ടിലാണ് രാത്രിയിൽ താമസിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ വീട്ടിൽ നിന്നും ബഹളം കെട്ട് ഓടിയെത്തിയ ബന്ധുക്കൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പ്രവീണിനെയാണ്. സംഭവം ആത്മഹത്യയാണെന്ന് പോലീസ് പറയുമ്പോഴും മരണത്തിൽ ദുരൂഹത സംശയിക്കുന്നുണ്ട്. രാവിലെയാണ് പ്രവീണിനെ കുത്തേറ്റ നിലയിൽ കാരിത്തോട്ടിലെ വീടിനു മുമ്പിൽ കണ്ടെത്തിയത്. സ്ഥിരമായി മദ്യപിച്ച് ബഹളമുണ്ടാക്കുമായിരുന്ന പ്രവീൺ രാത്രിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് പിതാവ് ഔസേപ്പച്ചൻ അടുത്ത ബന്ധുവീട്ടിലാണ് രാത്രിയിൽ കഴിഞ്ഞത്. രാവിലെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് രക്തം വാർന്ന നിലയിൽ മകൻ കിടക്കുന്നത് കണ്ടത് എന്നാണ് ഇദ്ദേഹം നാട്ടുകാരോടും പോലീസിനോടും പറഞ്ഞത്. പ്രവീണിന് കഴുത്തിനും വയറിനും ആണ് കുത്തേറ്റത്. വയറിൽ ആഴത്തിൽ 4 കുത്തേറ്റിട്ടുണ്ട്. വൻകുടലും ചെറുകുടലും പുറത്തേക്ക് ചാടിയ നിലയിലായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാമധ്യേ പ്രവീൺ മരിച്ചു. രാവിലെ 6-നും 8-നും ഇടയിലാണ് സംഭവമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മൃതദേഹം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിദഗ്ധർ, SP തുടങ്ങിയവർ സ്ഥലത്ത് പരിശോധന നടത്തി. ന്യൂസ് 18 ഇടുക്കി. ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കുമിടെ ചിലപ്പോൾ ചെറിയ വാക്കുതർക്കവും കയ്യാങ്കളിയുമൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ തൃശൂർ കാവിലക്കാടിൽ പൂരത്തിനിടെയുണ്ടായ ചെറിയ വാക്കേറ്റം വലിയ കൂട്ടയടിയിൽ കലാശിച്ചു. എഴുന്നള്ളത്തിനിടെ ആനയെ നിർത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഒടുവിൽ പോലീസെത്തി സംഘർഷം സൃഷ്ടിച്ചവരെ ലാത്തി വീശി ഓടിച്ചു. കാവിലക്കാട് ഭഗവതി ക്ഷേത്രം ഉത്സവത്തിനിടെയാണ് നാട്ടുകാർ തമ്മിൽ തല്ലിയത്. കുന്നംകുളം കുറുക്കൻപാറ കാവിലക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഭവം. കൂട്ടിയെഴുന്നള്ളിപ്പിന് ആനയെ നിർത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കം കൂട്ടിയടിയിൽ കലാശിക്കുകയായിരുന്നു. എഴുന്നള്ളിപ്പ് സമയത്ത് ദേവസ്വത്തിന്റെ തിടമ്പേറ്റിയ ആനയെയാണ് നടുവിൽ നിർത്തിയത്. വലത്തെ ഭാഗത്ത് തെച്ചിക്കോട്ട് രാമചന്ദ്രനും പുതുപ്പള്ളി കേശവനുമാണ് ഉണ്ടായിരുന്നത്. ഇടത്തേപ്പറ്റത്തിൽ തൃക്കടവൂർ ശിവരാജുവിനെ മാറ്റി ചിറക്കൽ കാളിദാസൻ എന്ന ആനയെ നിർത്തിയതിനെ തുടർന്ന് തർക്കമുണ്ടായി. തർക്കം പിന്നീട് ദേശക്കാർ ഏറ്റെടുക്കുകയും കൂട്ടയടിയിൽ കലാശിക്കുകയുമായിരുന്നു. തമ്മിലടി വലിയ സംഘർഷത്തിലേക്ക് പോയതോടെ പാപ്പാന്മാർ ആനകളെ പൂരപ്പറമ്പിൽ നിന്ന് മാറ്റി. ഇതിനാൽ മറ്റു ദുരന്തങ്ങൾ ഒഴിവായി. സംഭവ സമയത്ത് ചുരുക്കം പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കുന്നംകുളം സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തി ലാത്തി വീശിയാണ് സംഘർഷം ശമിപ്പിച്ചത്. സംഘർഷത്തിലും ലാത്തി വീശലിലും നിരവധി പേർക്ക് പരിക്കേറ്റു. ഒടുവിൽ ബാക്കിയുള്ള ആനകളെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തുകയായിരുന്നു. ന്യൂസ് 18 തൃശൂർ. സാധാരണക്കാർക്ക് മാത്രമല്ല
പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾക്കും ഈ രാജ്യത്ത് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. ഡൽഹി അസിസ്റ്റന്റ് കമ്മീഷണറുടെ മകനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് സുഹൃത്തുക്കൾ ചേർന്നാണ്. സാമ്പത്തിക തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം. അഭിഭാഷകൻ കൂടിയായ ലക്ഷ്യ ചൗഹാനെയാണ് സുഹൃത്തുക്കളായ വികാസ് ഭരദ്വാജും അഭിഷേകും ചേർന്ന് കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തിയ ശേഷം കനാലിൽ തള്ളിയ മൃതദേഹം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഡൽഹി തീസ്ഹസാരി കോടതിയിലെ അഭിഭാഷകനായിരുന്നു കൊല്ലപ്പെട്ട ലക്ഷ്യ ചൗഹാൻ. ഇതേ കോടതിയിലെ ക്ലാർക്കാണ് മുഖ്യപ്രതിയായ വികാസ് ഭരദ്വാജ്. വികാസിൽ നിന്നും ലക്ഷ്യ പണം കടം വാങ്ങിയിരുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും പണം മടക്കി നൽകാത്തതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ജനുവരി 22-ന് ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി ലക്ഷ്യ ഹരിയാനയിലേക്ക് പുറപ്പെട്ടു. ഇദ്ദേഹത്തിനൊപ്പം വികാസും അഭിഷേകും കൂട്ടുചേർന്നു. വിവാഹം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ നേരത്തെ ആസൂത്രണം ചെയ്തതനുസരിച്ച് ഇരുവരും കൊല നടത്തുകയായിരുന്നു. പാനിപ്പത്ത് മുനക്കനാലിന് സമീപമാണ് ലക്ഷ്യയെ ഇറക്കി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. 40 കിലോമീറ്റർ മാറി കനാലിൽ മൃതദേഹം തള്ളി. മൃതദേഹം കണ്ടെടുക്കുന്നതിനായി കനാലിൽ തെരച്ചിൽ തുടരുകയാണ്. മകനെ കാണാനില്ലെന്ന് കാട്ടി ACP യശ്പാൽ സിംഗ് നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് അഭിഷേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വികാസിനായി തെരച്ചിൽ ഊർജിതമാക്കി. ന്യൂസ് 18 ഡൽഹി. കാസർഗോഡ് കുമ്പളയിലെ മുഹമ്മദ് ഫർഹാസ് എന്ന വിദ്യാർത്ഥിയുടെ മരണം പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. പോലീസ് പിന്തുടരുമ്പോഴാണ് കാർ മറിഞ്ഞ് യുവാവിന്റെ മരണം സംഭവിച്ചത്. വിദ്യാർത്ഥിയുടെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയെങ്കിലും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. ഫർഹാസിന്റെ മരണത്തിൽ പോലീസിന് വീഴ്ചയില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഒടുവിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യക്ക് കേസെടുത്തു. അങ്കടിമുഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥി ഫർഹാസും 4 സുഹൃത്തുക്കളും സഞ്ചരിച്ച കാർ പോലീസ് പിന്തുടരുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 25-ന്. ഗുരുതരമായി പരിക്കേറ്റ ഫർഹാസ് ചികിത്സയിലിരിക്കെ മരിച്ചു. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്ന കുട്ടിയുടെ മാതാവ് സഫിയയുടെ പരാതിയിലാണ് കോടതി നടപടി. കുമ്പള SI ആയിരുന്ന SR രജിത്ത്, CPOമാരായ T ദീപു, P രഞ്ജിത്ത് എന്നിവർക്ക് എതിരെയാണ് IPC 304A പ്രകാരം നരഹത്യക്ക് കേസ് എടുത്തത്. ഇവർക്ക് കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചു. സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു. കാറിൽ ഉണ്ടായിരുന്നത് വിദ്യാർത്ഥികളാണെന്ന് അറിഞ്ഞത് അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. ഫർഹാസിന്റെ മരണത്തിൽ പോലീസിന് വീഴ്ചയില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട്. ന്യൂസ് 18 കാസർഗോഡ്. ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത് സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ സജീവം. തട്ടിപ്പ് സംഘവുമായി സഹകരിച്ച 22 അക്കൗണ്ടുകളെക്കുറിച്ച് പോലീസ് സമഗ്ര അന്വേഷണം ആരംഭിച്ചു. വിദേശത്തു നിന്നാണ് തട്ടിപ്പ് സംഘം ഈ അക്കൗണ്ടുകൾ നിയന്ത്രിച്ചിരുന്നത്. ഇങ്ങനെ തട്ടിപ്പ് നടന്ന ഒരു അക്കൗണ്ടിലൂടെ മാത്രം 10 ദിവസത്തിനിടെ മറിഞ്ഞത് 5.5 കോടി രൂപയാണ്. ഈ അക്കൗണ്ട് ഉടമ മുഹമ്മദ് സോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ സംഘത്തിന്റെ തട്ടിപ്പിലൂടെ 4.5 ലക്ഷം രൂപ നഷ്ടമായ തിരുവനന്തപുരം മണക്കാടുള്ള വീട്ടമ്മയുടെ പരാതിയിലെ അന്വേഷണമാണ് നിർണായകമായത്.
ജോലി വാഗ്ദാനം ചെയ്ത് ഇവരിൽ നിന്നും സംഘം തട്ടിയ പണം ആദ്യം പോയത് മുംബൈയിലെ ഒരു അക്കൗണ്ടിലേക്കാണ്. അവിടെ നിന്നും മലപ്പുറത്തെ ഒരു സ്വകാര്യ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക്. ഈ അക്കൗണ്ടിന്റെ ഉടമ മുഹമ്മദ് സോജിനെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പിന്റെ വഴികൾ വ്യക്തമായത്. അക്കൗണ്ടിന്റെ പാസ്ബുക്കും അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറിന്റെ സിം കാർഡും ജുനൈസ് എന്നയാൾക്ക് കൈമാറിയെന്നാണ് സോജിന്റെ മൊഴി. മലപ്പുറം സ്വദേശിയായ ജുനൈസിനെ പോലീസ് പിടികൂടിയപ്പോൾ സോജിന്റെ വിറ്റ അക്കൗണ്ട് വിവരങ്ങൾ ദുബായിലെ ഒരു സംഘത്തിന് കൈമാറിയെന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയത്. സെപ്റ്റംബർ അവസാനം ദുബായ് സംഘത്തിന് വിവരങ്ങൾ കൈമാറി. പലയാളുകളിൽ നിന്നായി തട്ടിയെടുക്കുന്ന പണം വാടകയ്ക്കെടുത്ത അക്കൗണ്ടുകളിലേക്ക് മാറ്റും. ദുബായിൽ നിന്ന് ഈ അക്കൗണ്ടിലെ പണം ഉടനടി പിൻവലിക്കുകയോ വിദേശത്തെ ക്രിപ്റ്റോ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ ചെയ്യുകയാണ് സംഘത്തിന്റെ രീതി. ഒക്ടോബർ 1 മുതൽ 10 ദിവസം കൊണ്ട് 5.5 കോടിയാണ് തട്ടിപ്പ് സംഘം വാടകയ്ക്കെടുത്ത അക്കൗണ്ടുകൾ വഴി ഒഴുക്കിയത്. ഓരോ ആഴ്ചയും 25,000 രൂപ വീതമായിരുന്നു സോജിന്റെ പ്രതിഫലം. ഇങ്ങനെ തട്ടിപ്പ് സംഘം പണം കൈമാറ്റം ചെയ്ത 22 അക്കൗണ്ടുകളാണ് സൈബർ ഓപ്പറേഷൻ വിഭാഗം കണ്ടെത്തിയത്. മിക്കവയും കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ളവയാണ്. നേരത്തെ തട്ടിയെടുക്കുന്ന പണം പല അക്കൗണ്ടുകളിലേക്ക് മാറ്റി പിൻവലിക്കുന്നതായിരുന്നു രീതി. സൈബർ പോലീസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു തുടങ്ങിയതോടെയാണ് ശൈലി മാറ്റിയത്. സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവരുടെ അക്കൗണ്ടുകളാണ് സംഘം ഉപയോഗിക്കുന്നത്. പ്രതിഫലം നൽകി വാടകയ്ക്കെടുക്കുന്നതിന് പുറമെ ഭീഷണിപ്പെടുത്തിയും അക്കൗണ്ട് വിവരങ്ങൾ തട്ടിയെടുക്കുന്നുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. CCTV ഉണ്ടെങ്കിലും അതിൽ കുടുങ്ങാതിരിക്കാൻ കള്ളന്മാർ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് ജ്വല്ലറിയിൽ കവർച്ച നടത്താനെത്തിയ മോഷ്ടാവ് മുഖംമൂടി ധരിച്ചാണ് എത്തിയത്. ജ്വല്ലറിയിൽ നിന്ന് 25 ലക്ഷം രൂപയുടെ സ്വർണവും വെള്ളിയും നഷ്ടമായി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെയായിരുന്നു മോഷണം നടന്നത്. കല്ലിങ്കൽ ചന്തവിള മുരുകൻ ആചാര്യയുടെ ഉടമസ്ഥതയിൽ നെടുമങ്ങാട് ബാങ്ക് ജംഗ്ഷനിലുള്ള അമൃത ജുവലറിയിലാണ് മോഷണം നടന്നത്. രാവിലെ 9 മണിയോടെ ഉടമ കട തുറക്കാൻ വന്നപ്പോഴാണ് ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. കടയുടെ തറയിൽ മുളകുപൊടി വിതറിയിരുന്നു. ലോക്കറിൽ സൂക്ഷിച്ച സ്വർണമാണ് മോഷണം പോയത്. 25 ലക്ഷത്തോളം രൂപയുടെ സ്വർണവും വെള്ളിയും നഷ്ടമായതായി പരാതിയിൽ പറയുന്നു. എത്ര മണിക്കായിരുന്നു കട ഓപ്പൺ ചെയ്തത്? കടയിൽ CCTV ഉണ്ടെങ്കിലും മോഷ്ടാവ് മുഖംമൂടി ധരിച്ചിരുന്നു. നെടുമങ്ങാട് പോലീസ് ഉടമയുടെ മൊഴി രേഖപ്പെടുത്തി. ഫോറൻസിക് വിഭാഗവും സ്ഥലം പരിശോധിച്ചു. CCTV ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധിക്കുകയാണ് പോലീസ്. പോലീസ് സ്റ്റേഷനിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെയാണ് മോഷണം നടന്നത്. KSRTC ബസ്സുകൾ കടയുടെ മുൻവശത്താണ് സ്ഥിരമായി രാത്രിയിൽ പാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ മറവുള്ളത് കാരണം ഇവിടെ മോഷണങ്ങൾ പതിവാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയുന്നു. ടൗണിൽ KSRTC ബസ് പാർക്ക് ചെയ്യുന്ന ഒരു പുതിയ പ്രവണത ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് കണ്ടുണ്ട്. ഇത് വളരെയധികം സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നതാണ്. കാരണം വാഹനങ്ങൾ പോകുമ്പോഴുള്ള അപകടമൊന്ന്, പിന്നെ വെളിച്ചക്കുറവുണ്ട്. ഈ ബസ് പാർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു വെളിച്ചക്കുറവുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും തൊട്ട് മുകളിൽ വരെ പാർക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ കടയുടെ മുന്നിൽ പാർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഇവിടെ പാർക്ക് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇത് സുരക്ഷാ ഭീഷണിയാണ്. പിന്നെ മാത്രമല്ല പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടി രാത്രി സമയങ്ങളിൽ അസമയങ്ങളിൽ ഒരു പരിശോധന ഈ ടൗണിൽ അത്യാവശ്യമാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതി അശമന്നൂർ സവാദിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ NIA നീക്കം. കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. കഴിഞ്ഞ 13 വർഷം ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് എങ്ങനെയെന്നും ആരുടെയൊക്കെ സഹായം ലഭിച്ചിരുന്നുവെന്നും കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഫെബ്രുവരി 16 വരെയും വീണ്ടും റിമാൻഡ് ചെയ്തു. സവാദിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന നിലപാടിൽ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി. നേരത്തെയും സവാദിനെ കസ്റ്റഡിയിൽ വിട്ടെങ്കിലും
പൂർണ്ണമായും ഇയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് NIA സൂചിപ്പിക്കുന്നത്. PFI നേതാക്കളുടെ സഹായത്തോടെയാണ് സവാദ് 13 വർഷം ഒളിവിൽ കഴിഞ്ഞതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിനാൽ ഏതൊക്കെ നേതാക്കളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്താനുള്ള ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഒളിവ് ജീവിതത്തിൽ സവാദിനെ സഹായിച്ചവരെ പലരെയും ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. കേസിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും പുറത്തു കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. നേരത്തെ എറണാകുളം സബ് ജയിലിലായിരുന്ന സവാദിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും. കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും പ്രതിയെ ഇനിയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും NIA കോടതിയിൽ അറിയിച്ചു. അടുത്തയാഴ്ച NIA കസ്റ്റഡി അപേക്ഷ നൽകും. മജിസ്ട്രേറ്റ് നൽകിയ തിരിച്ചറിയൽ പരേഡിന്റെ റിപ്പോർട്ടിലുള്ള അപേക്ഷയിൽ NIA കോടതിയിൽ സമർപ്പിച്ചു. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് കല്ലായി സ്വദേശി ഫർഹാൻ എന്ന യുവാവ് ഒരു സാമൂഹ്യ വിപത്താണ്. ലഹരി വിൽപ്പനയും ഗുണ്ടായിസവും മാത്രമല്ല, ബൈക്കിൽ റോഡിലൂടെ അഭ്യാസ പ്രകടനം നടത്തി പോലീസിനും സ്ഥിരമായി തലവേദന സൃഷ്ടിക്കും. ഇയാളെ പോലീസ് നോട്ടമിട്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ഗോവയിലേക്ക് പോയി ലഹരി മരുന്നുമായി മടങ്ങിയെത്തുമ്പോൾ പിടിയിലായി. മുന്തിയിനം നായ്ക്കുട്ടികളുമായി ഗോവയിലേക്ക് പോയി തിരികെ ലഹരി എത്തിക്കുന്നതാണ് ഇയാളുടെ രീതി. ഫർഹാന്റെ സംഘങ്ങളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് DCPക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് കല്ലായിയിൽ MK ഫർഹാന്റെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷ് പിടികൂടിയത്. വിപണിയിൽ 2 ലക്ഷം രൂപ വിലമതിക്കുന്ന ലഹരി മരുന്നും ഗോവയിൽ നിന്നാണ് എത്തിച്ചതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. 3 ദിവസം മുമ്പ് റോഡ് വീലർ ഇനത്തിൽപ്പെട്ട നായക്കുട്ടിയുമായി ഇയാൾ ഗോവയ്ക്ക് പോയതാണ്. നായക്കുട്ടിയെ വിൽപ്പന നടത്തിയ ശേഷം ലഹരി മരുന്നുമായി കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു. വിദ്യാർത്ഥികളടക്കമുള്ള ചെറുപ്പക്കാരായിരുന്നു ഇയാളുടെ ഇടപാടുകാർ. ലഹരി മരുന്നുമായി നടക്കാവ് പോലീസ് മുമ്പും ഇയാളെ പിടികൂടിയിട്ടുണ്ട്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും ലഹരി മരുന്ന് കടത്തിയത്. അടുത്തിടെ കോഴിക്കോട് നഗരത്തിൽ മീഞ്ചന്ത ഭാഗത്ത് ഓടുന്ന ബസിന് മുമ്പിൽ സ്കൂട്ടറിൽ അഭ്യാസം നടത്തിയ ഇയാളുടെ വീഡിയോ പുറത്തു വന്നിരുന്നു. ബസ്സിന് കടന്നുപോകാൻ കഴിയാത്ത വിധം അപകടകരമായി സ്കൂട്ടർ ഓടിച്ച ഇയാൾക്കെതിരെ പന്നിയങ്കര പോലീസ് കേസെടുത്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് കല്ലായിലെ ഫർഹാനെ പോലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന ഒട്ടേറെ യുവാക്കളുണ്ട്. കാർ മാർഗം മാത്രമല്ല, ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകളിലും ട്രെയിനുകളിലുമൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് ലഹരി വരുന്നത്. തിരുവനന്തപുരം വർക്കല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. ബംഗളൂരു വർക്കല സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിനുള്ളിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ബസ് വൃത്തിയാക്കുന്നതിനിടെ ജീവനക്കാരുടെ ശ്രദ്ധയിലാണ് കഞ്ചാവ് പൊതികൾ കണ്ടത്. തുടർന്ന് വർക്കല പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. 4 പൊതികളിലായി 8 കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത്. ഈ ലഹരി മാഫിയകളുടെ ലക്ഷ്യം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും കുട്ടികളുമാണ്. ഇവർക്കെതിരെ ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ that it is lack of confidence